വെൽക്കം ബാക്ക് ടു മീറ്റ് ദ ലെൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എൻ്റെ വളകാപ്പിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിഷ്വൽസ് ആണ് കേട്ടോ ഇതൊക്കെ. പൊന്നു എനിക്ക് നല്ല അടിപൊളിയായിട്ട് മെഹന്തി ഇട്ട് തരുന്നുണ്ട്. ഇവിടെ എൻ്റെ കസിൻസും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ സാരി ഡ്രൈപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. ആക്ച്വലി ഞങ്ങൾ ഈ വളകാപ്പ് ഇങ്ങനെ മാറ്റി 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 വെച്ചിട്ട് അവസാനം ഞങ്ങൾ നടത്തണോ വേണ്ടയോ എന്ന് വരെ തീരുമാനിച്ച ഒരു ഫംഗ്ഷനാണ് കേട്ടോ. ഭയങ്കര ചെറിയ ഒരു ഭയങ്കര നമ്മൾ ഫ്രണ്ട്സും കസിൻസും മാത്രമുള്ള ചെറിയൊരു ഫംഗ്ഷനാണ്. പിന്നെ ഞങ്ങൾ ഓർത്തു ഓക്കെ എന്തായാലും നാട്ടിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങളും സാരിയും ഓർണമെന്റ്സും ഒക്കെ കഷ്ടപ്പെട്ട് എത്തിച്ചതല്ലേ, ചെറുതായിട്ടെങ്കിലും നടത്തിയേക്കാം. ഇപ്പൊ എനിക്ക് 9 മാസമായി. ഇവിടെ പൊന്നു തകൃതിയായിട്ട് നാളത്തേക്കുള്ള മീൻകറിയും കാര്യങ്ങളും ഒക്കെ വെക്കുന്നുണ്ട്. ലിനുവും ഫൈസിയും കൂടിയിട്ട് രാത്രിത്തേക്കുള്ള ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് അതിന്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ചിക്കൻ ബിരിയാണിയും കാര്യങ്ങളും ഒക്കെയാണ് ഏതൊരു ഫംഗ്ഷൻ ആയാലും ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറ്റി പിടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫിഷൊക്കെ ആയിട്ട് നല്ലൊരു നാടൻ ഊണ് സെറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചേക്കുന്നത്. അതിനുള്ള ഫിഷാണ് ഞാൻ മുറിച്ച് വെച്ചേക്കുന്നത്. ആ തല മാത്രം ഞാനെടുത്ത് രാത്രി തലക്കറി ഉണ്ടാക്കി. ഇവിടെ ബെസ എന്താണ് ക്യാമ്പ് ഫയർ ആണ് കേട്ടോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി ഒരു വൈബിന് വേണ്ടിയിട്ട്. ഒരു കയ്യിൽ പൊന്നു മെഹന്തി ഇട്ടു, അടുത്ത കയ്യിൽ 5 ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാത്രി ഒരു 2 മണി സമയത്ത് എന്തോ ആണ് ഈ പരിപാടി ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കുറേ വീഡിയോസ് ഒന്നും എൻ്റെ ഇല്ല, ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇത് അടുത്ത ദിവസം ഞങ്ങൾ കുറച്ച് പൂ പറിക്കാനായിട്ട് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലൊക്കെ ഓടി നടക്കുന്നതാണ്. മുല്ലപ്പൂ ഉണ്ടായിരുന്നു, എന്നാലും കുറച്ച് റോസാപ്പൂവും കൂടെ കിട്ടിയാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും എന്ന് പൊന്നു പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ കുറച്ച് പൂ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പൂവൊക്കെ പറിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അഞ്ജുൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഫംഗ്ഷൻസ് ഞങ്ങൾ നടത്തിയത്. കാര്യം ഞങ്ങൾ ബേബി ഷവറിന് ഞങ്ങൾ ഒരു പുറത്ത് ഞങ്ങളൊരു സ്ഥലം എടുത്തിട്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് പരിപാടി നടത്തിയത്. പക്ഷെ നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു വൈബ് അവിടെ കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ഓർത്തു എന്തായാലും വളകാപ്പ് ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, അപ്പം നമ്മൾ അഞ്ജുൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നടത്തിയാൽ മതിയെന്ന്. പൊന്നു അപ്പുറത്തും ഇപ്പുറത്തെയും മാവിലും മരത്തിലും എല്ലാം കയറി ആപ്പിളൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആപ്പിളായിരുന്നു. അപ്പം അത് അവിടെ കൂടെ പോയി ഒരു അമ്മച്ചിയുടെ കയ്യിൽ ഒരു ഡസൻ പട്ടികൾ. പിന്നെ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നിട്ട് പൊന്നുതേ ആ റോസസ് ഒക്കെ സെറ്റ് ചെയ്യുവാണ്. അവരുടെ ബാക്ക് യാർഡിൽ തന്നെ ഞങ്ങൾ ചെറിയൊരു സെറ്റൊക്കെ ഇട്ടിട്ട് അവിടെ വളകാപ്പിന്റെ കാര്യങ്ങളും ആ ഒരു സെറ്റ് അവരവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കെട്ടിയവന്മാർക്ക് പിന്നെ ലെവലേശം മെയിലീഗോ അടുത്തൂടെ പോവാത്തത് കൊണ്ട് താലം അവർ തന്നെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു താലം അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അങ്ങനെ ഇത് പരിപാടി നടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെയാണ് ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നിയത്. എന്നാൽ പിന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കാം. വലിയ വേറെ പരിപാടികളൊന്നും ഇല്ല, ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. അപ്പൊ പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ ആയിട്ട് കുറച്ച് വൈബ് ആക്കിയേക്കാന്ന് ഓർത്തിട്ട് കുറച്ച് ഡാൻസ് അവരവിടെ അപ്പുറത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പൊന്നും അഞ്ചും കൂടിയിട്ട് സ്വീറ്റ്സ് ഒക്കെ പ്ലേറ്റിൽ സെറ്റ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ നല്ല കേര വറുക്കാൻ വെച്ചിട്ടുണ്ട്, ഇത് ലഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതെല്ലാം ഒതുങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ സാരി ഡ്രൈപ്പിങ്ങിലോട്ടാണ് കേട്ടോ കടന്നേക്കുന്നത്. ഇവിടെ ബ്യൂട്ടീഷ്യൻസും സാരി ഡ്രൈപ്പിങ്ങും എല്ലാം ഞങ്ങൾ തന്നെയാണ്. വളരെ ചെറിയൊരു പരിപാടിയല്ലേ. പിന്നെ അവസാനം എല്ലാം സെറ്റായി. ഒത്തിരി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ്സും എന്താണ് ബാംഗിൾസും ചന്ദനവും എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങൾ വളകാപ്പിൻ്റെ ഒഫീഷ്യൽ ഫംഗ്ഷനിലോട്ട് കടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും വളകാപ്പ് നടത്തിയുള്ള എക്സ്പീരിയൻസ് ഇല്ല, വളകാപ്പ് കണ്ടിട്ടുമില്ല, അറ്റൻഡ് ചെയ്തിട്ടുമില്ല. ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടൊക്കെ ഉള്ളതേ ഉള്ളൂ. നമ്മൾ നാട്ടിലെ പോലെ ഭയങ്കര വിപുലീകരിച്ച് നമുക്ക് വളകാപ്പൊന്നും നടത്താനുള്ള ആൾക്കാരില്ല ഇവിടെ. നമുക്ക് ചെറുതായിട്ടൊക്കെ ഇവിടെ നടത്താൻ പറ്റുള്ളൂ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ നടത്തി. പിന്നെ മോർ ദാൻ എ ഫംഗ്ഷൻ, ഇതൊരു ഒരു ഫാമിലി അല്ല, ലൈക്ക് മോർ ദാൻ ഫ്രണ്ട്സ്, ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. ആ ഒരു ഗെറ്റ് ടുഗെദറും ആ ഒരു വൈബും ഒക്കെ ആയിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തത്. പിന്നെ ഫൈസിയും അഞ്ചും എല്ലാവരും വന്ന് മധുരമൊക്കെ തന്ന് വളയൊക്കെ ഇടിച്ച് ഞാൻ എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു. ഞാൻ എൻ്റെ പപ്പേനെയും സിസ്റ്ററിനെയും ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഈ ഒരു ടൈമിൽ. നാട്ടിലായിരുന്നെങ്കിൽ ചിലപ്പോൾ വളകാപ്പ് നടത്താൻ പറ്റുമോ എന്നെനിക്ക് അറിയത്തില്ല. എൻ്റെ എല്ലാ ഇതുപോലുള്ള കോമാളിത്തനങ്ങൾക്കും കൂട്ടി നിൽക്കുന്നത് എൻ്റെ കെട്ടിയോനാണ് കേട്ടോ. അതിന് ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. എൻ്റെ കെട്ടിയോൻ എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതിൽ. ഞാൻ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നായതുകൊണ്ട് ക്രിസ്ത്യൻസ് വളകാപ്പ് നടത്തില്ല എന്നല്ല,
പക്ഷേ എൻ്റെ ഫാമിലി കുറച്ചുകൂടെ ഒരു ഓർത്തഡോക്സ് ടൈപ്പ് ആയതുകൊണ്ട് വളകാപ്പ് എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അത് തമിഴരുടെ അല്ലേ, അത് ഹിന്ദുസിൻ്റെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നടത്താതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് നടത്താൻ പറ്റി എന്ന് വരത്തില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉള്ളതുകൊണ്ട് ചെറുതായിട്ടെങ്കിലും ഞങ്ങൾ നടത്തി. ഭയങ്കരമായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു, എൻജോയ് ചെയ്തു. പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് വിശന്ന് വലഞ്ഞ് നിൽക്കുമായിരുന്നേ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു അവശത ഉണ്ടായിരുന്നു. കാരണം രാവിലെ ഞങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ പിന്നെ ലഞ്ചാണെങ്കിൽ നല്ല അടിപൊളി ഊണും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനിവിടെ തകൃതിയായിട്ട് ഡാൻസും പാട്ടിലും ഒക്കെ ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നും ഫ്രെയിമിലില്ല. എല്ലാവരും അവിടെ എവിടെയൊക്കെ ആയിട്ട് ചിലരൊക്കെ ഉറങ്ങി. കാരണം തലേന്ന് മുതൽ ഇതിൻ്റെ പ്രിപ്പറേഷനിലാണ്. സമയമായപ്പോഴത്തേനും എല്ലാവരും ഓരോ സ്ഥലത്ത് വടിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സെറ്റായി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. ഡാൻസൊക്കെ എടുത്ത് ഇല്ലെങ്കിൽ ഒരു 100 വട്ടം കളിച്ചിട്ടാണ് ഒരു ഡാൻസ് സെറ്റാക്കിയത്. അപ്പോൾ അതിൻ്റെ ടയർഡ്നെസ്സും ഉണ്ടായിരുന്നു. ഡാൻസ് വീഡിയോസും എല്ലാം എടുത്തു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ വളകാപ്പിൻ്റെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ. പിന്നെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എനിക്ക് ട്വിൻസ് ആണോ എന്ന്. എനിക്ക് ട്വിൻസ് അല്ല കേട്ടോ, എനിക്കൊരു ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ വയറ്റിൽ. എന്നാൽ ബേബി ഭയങ്കര വലിയ ബേബിയൊന്നുമല്ല, ഒരു നോർമൽ ബേബിയാണ്. ഭയങ്കര വെയിറ്റ് ഒന്നുമുള്ള ബേബിയൊന്നുമല്ല, ഒരു ചെറിയൊരു ബേബിയാണ്. എന്നാൽ ഇത്രയും വലിയ വയറിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിക്കുന്നുമില്ല. എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം അതാണ്. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന്. പക്ഷേ എന്നുവെച്ചാൽ എനിക്ക് അത്ര ആഗ്രഹമില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ കഴിക്കണം എന്നൊരു ആഗ്രഹമില്ല, അങ്ങനെ സിക്നെസ്സും ഇല്ല. അപ്പോൾ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ വയറെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം, എനിക്ക് ട്വിൻസ് അല്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് എനിക്ക് ട്വിൻസ് ആണോ എന്ന്. കേൾക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട്, ഈശ്വര ഈ വയറൊക്കെ ഞാൻ എപ്പോൾ കുറയ്ക്കും എന്നുള്ളത്. പക്ഷേ ഞാൻ തിരിച്ച് വരും എന്ന് മാത്രമേ എനിക്കറിയാവൂ. എപ്പോൾ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.